വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഐ എം ധന്യ ജോർജ്. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ട്രേഡിങ്ങിൽ കുറച്ച് ദിവസമായിട്ട് വളരെ ഹ്യൂജ് പ്രോഫിറ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡിങ്ങിൽ ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറി. ഞാനൊരു സക്സസ്ഫുൾ ട്രേഡർ ആണ്. എനിക്കിനി കൂടുതൽ ട്രേഡിങ്ങിൽ പഠിക്കേണ്ടതായ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതി സംസാരിക്കുന്നത് കേൾക്കാം. ശരിക്കും നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയി എന്ന് പറയുന്നതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജികൾക്കും നമ്മളുടെ ഇൻഡിക്കേറ്ററുകൾക്കും നമ്മളുടെ അനാലിസിസുകൾക്കും നമ്മളുടെ പ്രോഫിറ്റുകൾക്കും ഒക്കെ അപ്പുറം നമ്മളുടെ ചിന്താഗതികളിലും നമ്മളുടെ സ്വഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് പല ഘട്ടത്തിലൂടെ എഫേർട്ട് എടുത്ത് ത്രൂ പ്രാക്ടീസ് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ടി എന്തൊക്കെ ചിന്താഗതികളിലും സ്വഭാവങ്ങളിലുമാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു ട്രേഡറുടെ വിജയം എന്ന് പറയുന്നത് ആ ആൾക്ക് ഒരു 100% ആക്യുറസി ഉള്ള ഒരു സ്ട്രാറ്റജി ഉള്ളത് കൊണ്ടല്ല, ഏകദേശം ഒരു 90%ഓളം അയാളുടെ സൈക്കോളജി അയാൾക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഈ ട്രേഡിങ്ങിൽ നിന്ന് ഒരു കൺസിസ്റ്റന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്ക് ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നൊരു ലേബലിലേക്ക് മാറാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് ലോസ് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇമോഷൻ എന്താണ്? പ്രോഫിറ്റിനെ നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രയും ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ലോസിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലോസ് വരുന്ന സമയത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ലോസ് വരുന്ന സമയത്തേക്ക് അന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വളരെയധികം നിരാശ, കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിനോട് വല്ലാത്തൊരു ദേഷ്യം, ആ ദേഷ്യത്തിന്റെ പുറത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഓവർ ട്രേഡ് അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളൊന്ന് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എപ്പോഴാണോ നമുക്ക് നമ്മളുടെ ഒരു പ്രോഫിറ്റിന്റെ അത്രയും തന്നെ ഹാപ്പി ആയിട്ട് നമ്മളുടെ ലോസിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടാകുന്നു, അന്ന് തൊട്ട് നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരാനായിട്ട് തുടങ്ങും. അതായത് ഓരോ ലോസുമാണ് നമ്മളെ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഓരോ ട്രേഡും നമുക്കൊരു ലേണിംഗ് പ്രോസസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓരോ ലോസും നമുക്ക് ഡെയിലി പ്രോഫിറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളെപ്പോഴും ഓവർ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഓരോ ലോസും നമുക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുകയും അതിനെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് ലോസ് വരുമ്പോൾ നമുക്ക് ഏത് ഇമോഷൻ ആണ് എന്നുള്ളത്, അതിനനുസരിച്ച് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഗ്രീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് വളരെയധികം പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇന്നൊരു ₹1000 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു $10 ആയിരിക്കും ഞാൻ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ അത്യാഗ്രഹം വരുന്നു. നമ്മൾ ആ 1000 എന്നുള്ള കാര്യമൊക്കെ, നമ്മളുടെ ആ ഒരു പ്ലാനൊക്കെ നമ്മൾ മറന്നുപോയി കൂടുതൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള ആ ഒരു ഗ്രീഡ് ട്രേഡ്, അതായത് ഗ്രീഡിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളുടെ അത്യാഗ്രഹത്തെ നമ്മൾ ഇല്ലാതാക്കി, അതായത് ഗ്രീഡ്, അതായത് എപ്പോഴും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണം എന്നുള്ള ആ ഒരു, അതായത് മാർക്കറ്റിൽ നിന്ന് എപ്പോഴും നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു മില്യണയർ ആകാം, അല്ലെങ്കിൽ നമുക്കൊരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാം എന്നുള്ള ആ ഒരു ചിന്താഗതി കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു കളയുക എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് അതിന്റെ 100 ഇരട്ടി കിട്ടുക എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ടാർഗറ്റ് എന്താണോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ബാക്കി വരുന്ന സമയം നമ്മളുടെ മറ്റു കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ഗ്രീഡിനെ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ
ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രോഫിറ്റിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ വലിയ ലോട്ട് സൈസുകളിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അപ്പൊ എപ്പോഴും ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ മനസ്സിൽ എപ്പോഴും അത്രയും വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്രയും വലിയ ലോട്ട് സൈസിൽ അത്രയും വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും അയാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ പ്രോഫിറ്റോ മറ്റുള്ളവരുടെ ലോട്ട് സൈസോ നോക്കിയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളുടെ ക്യാപിറ്റൽ എന്താണെന്നുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മളുടെ ക്യാപിറ്റൽ എന്താണോ, നമുക്ക് $100 ആണോ അല്ല $200 ആണോ, എത്രയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ നോക്കുക. ബ്രോക്കർ നമുക്ക് ഒരുപാട് ലിവറേജ് കാര്യങ്ങളൊക്കെ തരും. ബ്രോക്കറിന്റെ ലിവറേജിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ ഫണ്ടിന് എത്രത്തോളം ലോട്ട് സൈസ് നമുക്ക് മാനേജബിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും, നമ്മളുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളതിന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുക. അതായത് ഇപ്പം നമ്മളൊരു $10,000 ആണ് മറ്റൊരാളുടെ കണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ നടക്കരുത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ചെറിയൊരു ലോട്ട് സൈസേ ഉള്ളെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ ക്യാപിറ്റലിനനുസരിച്ച് നമ്മളുടെ ലോട്ട് സൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത്, നമുക്ക് ഒരു ചാർട്ടിന് മുൻപിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് മുൻപിൽ നമ്മളുടെ ഒരു ബെറ്റർ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പിനായിട്ട് മടി കൂടാതെ വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടെ ഇരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുന്നു, അപ്പോൾ തന്നെ നമ്മൾക്ക് ബൈ സെല്ല് നമ്മൾ അങ്ങനെ ട്രേഡ് എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമുക്കൊരു നല്ലൊരു ട്രേഡറായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പേഷ്യൻസോടെ, കാരണം എപ്പോഴും നമ്മളുടെ സ്ട്രാറ്റജി ഒന്നും നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സമയം എടുക്കും. വളരെ വളരെ മോശമായ, ചിലപ്പോൾ മോശമായ മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും നമ്മളുടെ ഒരു സ്ട്രാറ്റജി കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും വന്നേക്കാം. അപ്പം നമ്മൾക്ക് മടി കൂടാതെ വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ള ഒരു പാതയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതല്ലാതെ നമുക്ക് ഭയങ്കര ഹറിബറി ആയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ലോസുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യം നമ്മളൊന്ന് മടി കൂടാതെ നമുക്ക് മണിക്കൂറുകളോളം ചാർട്ടിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രേഡർ ആകാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു മേഖലയാണ്, നമുക്ക് എല്ലാ ദിവസവും മാർക്കറ്റ് ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഒരു ദിവസം ചില ദിവസമൊക്കെ വളരെ മോശമായിട്ടുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സൈഡ് വേസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് സൈഡ് വേസ് മാർക്കറ്റ് നമുക്കറിയാം. സൈഡ് വേസ് ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ വോളറ്റൈൽ ആവുകയും ചെയ്യുന്ന മാർക്കറ്റാണ്. അപ്പൊ സൈഡ് വേസ് മാർക്കറ്റിലാണ് നമുക്ക് കൂടുതൽ ലോസുകൾ കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇന്നത്തെ മാർക്കറ്റ് പാറ്റേൺ അത്ര നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ട്രേഡ് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഇന്നൊരു ദിവസം ഞാൻ ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് വളരെ മോശം മാർക്കറ്റാണ്, ഇന്ന് എനിക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്കുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് ഇംപ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, നമുക്കൊരു ലോങ് ടേമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ബിഗിനർ ആയിട്ടൊക്കെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് തന്നെ ക്യാഷ് ഇട്ടു നാളെ തന്നെ അത് ഡബിൾ ആക്കി, അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അത് ഡബിൾ ആക്കി മാറ്റുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറിയിട്ട് 1 മന്തിലാണ് നമ്മളുടെ ട്രേഡിംഗ് പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഒരു മാസത്തിന് ശേഷം നമ്മൾ ഓവറോൾ നമ്മളുടെ ട്രേഡിംഗ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഗ്രീൻ ആണോ അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം നമുക്ക് ലോസ് വന്നു എന്ന് വിചാരിച്ച് നമ്മൾ പാനിക് ആവില്ല. ഒരു ദിവസം നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ ഓവർ കോൺഫിഡന്റും ആവില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ഇമോഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ട്രേഡിങ്ങും വളരെയധികം സിസ്റ്റമാറ്റിക്കലിയും കൺട്രോളബിളും ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓവറോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൈക്കോളജി എത്രത്തോളം നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്നോ അത്രത്തോളം നമ്മളുടെ ട്രേഡിങ്ങിന്റെ സക്സസ് റേറ്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു മന്തിന്റെ എടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ടച്ച് ചെയ്തിട്ടില്ല, ഇനി ഒരു $1 മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട്
സാധിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. XIUSD അതുപോലെ തന്നെ BTC USD. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.